7-ാമത്തെ വാക്യം വായിച്ചാൽ വായിച്ചോ. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി ദമസ്കേസിൽ നിന്നും സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ തന്നെ കാൽനടയായി യാത്ര പുറപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ 47-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ വായിച്ചത് ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ സ്ത്രീകളും അവരുടെ കന്നുകാലികളും കുട്ടികളും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് എന്ന് വായിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എത്രയും വരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രമുഖന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി 20 വയസ്സ് വരെ മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേരായിരുന്നു. ആകെ 6,03,550 പേരാണ്. യുദ്ധത്തിന് ആയുധം കരങ്ങളിലെടുക്കുവാൻ പ്രാപ്തിയുള്ളതായ ഇസ്രായേൽ മക്കൾ 6,03,550 പേർ ഉണ്ടായിരുന്നു. 20 വയസ്സിന്റെ പ്രായത്തിന് മുകളിലുള്ളതായ വ്യക്തികൾ. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ഒരു ജനക്കൂട്ടമാണ് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവാനിടയായത്. അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ 12 തലമുറകൾ 75 പേരോളം അല്ലെങ്കിൽ 70 പേരോളം മിസ്രയീമിൽ ചെന്ന് പാർക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ നിന്നുമാണ് അവർ വർദ്ധിച്ച് പെരുകുവാനിടയായി. 400 സംവത്സരങ്ങൾ എടുത്തോ അല്ലെങ്കിൽ അവർ വലിയൊരു ജനമായി വളരുവാനിടയായി. 400 സംവത്സരം കൊണ്ട് ഈ 75 പേരോളം വരുന്ന ജനവിഭാഗം ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അവർ ഏകദേശം 2.5 മില്യൺ അഥവാ 25 ലക്ഷത്തോളം ആൾക്കാരായിട്ട് വളർന്ന് വലുതാകുവാനിടയായി. ആ ജനങ്ങളാണ് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും കനാനിലേക്ക് അവൻ യാത്ര പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവിടെ നിന്നും ഇറങ്ങിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവമാണ് അത്ഭുതകരമായി അതിശയകരമായി മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവന്ന ചെങ്കടൽ കടത്തി ഹല്ലേലൂയ അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ പക്ഷെങ്കിൽ അത് അസാധ്യമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ദൈവമാണത് ചെയ്തെടുക്കുവാനിടയായി. ഇത്രയും വലിയ ജനക്കൂട്ടം എങ്ങനെ ഹല്ലേലൂയ അവൻ വലിയൊരു ജനവിഭാഗമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് നമുക്ക് ഒരു പക്ഷെങ്കിൽ സംശയത്തിന്റെ അവൻ മുഖാന്തരമുള്ള കാര്യങ്ങളായിരിക്കാം. എങ്ങനെ മരുഭൂമിയിൽ അതിജീവിച്ചു എന്നുള്ളത് നമുക്ക് ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ സംശയിക്കുവാൻ കാരണമുള്ളതായ വിഷയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവർക്ക് എല്ലാവർക്കും ആഹാരം എവിടെ കിട്ടിയതൊക്കെ നമുക്ക് ഒരു പക്ഷെ ചിന്തയുണ്ടായേക്കാം. എന്നാൽ ദൈവം ഹല്ലേലൂയ അവരെ അത്ഭുതകരമായി നടത്തി എന്നുള്ളത് തിരുവനന്തപുരത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധ്യമായി തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ എതിർത്ത് പറയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വചനം അത് അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം അത് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ചെങ്കടലിൽ ദൈവം വിഭാഗിച്ചു. അവിടെ ചെങ്കൽ പാതയൊരുക്കി. അവൻ വെള്ളം ഇരു വശങ്ങളിലുമായി മതിൽ പോലെ നിന്നു എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ ദൈവത്തിന്റെ വരമായി നമ്മൾ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ആ ചെങ്കൽ പാതയിൽ കൂടെ ദൈവത്തിന്റെ നേരത്തെ മുൻപോട്ട് നടത്തി അത്ഭുതകരമായ അപ്രോച്ച് അവരെ കൊണ്ടുവന്നു. പിന്നാലെ ഹല്ലേലൂയ വന്നതായ ഫറവോനും സൈന്യവും അവിടെ പട്ടുപോകുവാനിടയായി. ഏകദേശം ഹല്ലേലൂയ 50,000-ഓളം കുതിരപ്പടയാളികളും 2 ലക്ഷത്തോളം ഹല്ലേലൂയ അവൻ മനുഷ്യ അല്ലെങ്കിൽ കാലാൾപ്പടയുമായിട്ട്
ഫറവോനും സൈന്യവും അവൻ പിന്നാലെ വരികയാണ്. 600ഓളം സെലക്ടഡ് ആയിട്ടുള്ള ചാരിയറ്റ്സ് അല്ലെങ്കിൽ രഥങ്ങളും മിസ്രൈമിലുള്ള സകല രഥങ്ങളും അവരോടൊപ്പം പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ ഓടിക്കൂടിയതായ നാളുകളായ നൂറ്റാണ്ടുകൾ അവരെ അടിമവേല ചെയ്യിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി അവരെ കഠിനവേല ചെയ്യിപ്പിച്ചു അവൻ പീഡിപ്പിച്ചതായ ഫറവോനും അവന്റെ പടയാളികളും അവന്റെ സൈന്യവും അവരുടെ തേരും കുതിരയുമല്ല അവൻ പിന്നാലെ ഓടി വരികയാണ്. അവർക്കുള്ള ന്യായവിധിയും അവരുടെ കൺമുമ്പിൽ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചവർക്കുള്ള ന്യായവിധി അവരുടെ കൺമുമ്പിൽ തന്നെ ദൈവം അവരെ കാണിക്കുവാനിടയായി. ചെങ്കൽ പാതയൊരുക്കിയ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച അപ്പുറത്തെ ജനത്തെ കടത്തി പിന്നാലെ അവരെ ചെയ്തതുമായ ഫറവോനും സൈന്യവും ഈ പാതയിൽ കൂടെ തന്നെ അവരുടെ പിന്നാലെ കടന്നു വരുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞതിന്റെ വടിയെ തിരിച്ചു നിൽക്കുക. മോശത്തിന്റെ വടി ഹല്ലേലൂയ അവിടേക്ക് തിരിച്ചു നീട്ടിയപ്പോൾ വീണ്ടും ഹല്ലേലൂയ ആ സമുദ്രം ഒരുമിച്ച് വീണ്ടും ഒന്നിച്ചുകൂടി ആറ്റിലും ഒഴുകുവാനിടയായി. ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ പട്ടുപോകുവാനിടയായി. അവരുടെ തേരും കുതിരയുമല്ല ആ ചെങ്കടലിൽ മുങ്ങി ചാടുവാനിടയായി. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയതായ രക്ഷയെ അവർ കാണുമ്പോൾ തന്നെ അവരെ പീഡിപ്പിച്ചതായ ഉപദ്രവിച്ചതായ ശത്രുവിന്റെ ന്യായവിധിയും അവരെ കണ്ടുകൊണ്ടാണ് അവർ കനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇസ്രായേലിനെ ഹല്ലേലൂയ തപ്പെടുത്ത പാടി ആർത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചു. ഫറവോനെയും അവന്റെ സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ വന്ദിച്ചു പാടുവാനിടയായി. അവൻ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയുടെ ദാസന്മാരായ മോശയിൽ വിശ്വസിച്ചു. 15-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവർ പാട്ട് പാടുകയാണ്. അതിന്റെ അവൻ മുമ്പുള്ള വാക്യം വായിച്ചാണ്. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയിരുന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവന്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ അതിന്റെ താഴത്തെ വാക്യങ്ങളിൽ 4-ാമത്തെ വാക്യം ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രഥപ്രധാനന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴിയവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ താണു. ഹല്ലേലൂയ യഹോവയുടെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയുടെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നീതിയാളികളെ മഹാപ്രധാനന്മാരെ സംഭരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവർ കാണുകയാണ്. അവൻ ഇന്ന് കണ്ട ഇസ്രായേലിനെ ഇനി നീ മേലാലും കാണുകയില്ല. നിങ്ങളെ നാളുകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്രയീമിന്റെ ശക്തിയെ ഇനി മേലാലും നിങ്ങൾ കാണാത്തത് വണ്ണം ദൈവമായ ചെങ്കടലിൽ മുക്കിക്കളയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരത്തെ അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ ദൈവപ്രവൃത്തിയെ എതിർക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അവൻ ദൈവം അത് അങ്ങനെ ചെയ്തുവെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായ വസ്തുതയാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായ വസ്തുതയാണ്. അതിന്റെ അവശിഷ്ടങ്ങള് അവൻ ഈ അടുത്ത നാളുകളിൽ അവൻ കണ്ടെടുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവൻ ചെങ്കടൽ അല്ല, ആഴമുള്ള കടലല്ല. അതൊരു അവൻ ഞാനായ ചേർ പിടിച്ചുകിടക്കുന്ന നല്ലൊരു കാര്യചിതമായിരുന്നു എന്ന് അവൻ പറയുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ മുട്ടുതാഴെയുള്ള വെള്ളത്തിൽ അവനാണ് അതിൽ കൂടിയാണ് അവൻ കടന്നുപോയതോ എങ്കിൽ ഫറവോനും സൈന്യവും പട്ടുപോയതും ഹല്ലേലൂയ അവൻ മുട്ടുന്നതായുള്ള വെള്ളത്തിൽ കൂടിയാണ് പറയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം ദൈവവചനത്തെ വിശ്വസിക്കുവാൻ കഴിയാത്തതായ
വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ ദൈവപരമായി വളരെ ശക്തമായി പറയുന്നു, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കരുതലായിരുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവത്തിന് സകലതും സാധ്യമാണ്. അവൻ വെള്ളത്തിന് മേൽ നടക്കുക എന്നുള്ളതും അസാധ്യമായ കാര്യമാണ്. പത്രോസിനെ ദൈവം അവൻ വെള്ളത്തിന്റെ മീതെ നടക്കുമാറാക്കി. പത്രോസ് കടലിന്റെ മീതെ നടന്ന് യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അത് കടലിന്റെ മീതെ അങ്ങനെയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. പത്രോസിന് വേണ്ടി അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുകയാണ്, കർത്താവിന്റെ കരുതലോടെ വെളിപ്പെടുകയാണ്, കർത്താവിന്റെ അത്ഭുതത്തിന്റെ സാന്നിധ്യത്തോടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന് അത് സാധ്യമാണ്. പത്രോസ് കടലിന്റെ മീതെ നടന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി. പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കിയെങ്കിൽ അത് ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യന് അസാധ്യമാണോ? മനുഷ്യന്റെ ദൃഷ്ടിക്ക് അത് സാധ്യമായ വിഷയമല്ല, ദൈവത്തിന് അത് സാധ്യമാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അവൻ പത്രോസിനെ കടലിന്റെ മീതെ നടത്തുവാൻ അവൻ കർത്താവിന് കഴിയുമെങ്കിൽ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, അത് ലാസർ ഉയർക്കുകയായിരുന്നില്ല, ലാസർ അവൻ ഒരു ജനത്തെ പ്രതിദാനം ചെയ്യുന്നു, അവരുടെ ഉദ്ധാരണത്തെ കാണിക്കുന്നു ഒക്കെ പറഞ്ഞ് വാദിക്കുവാൻ പോയാൽ, അവൻ മരിച്ച ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. അവൻ ആദ്യപരമായി ഉയർപ്പിന്റെ ആദ്യപരമായി കർത്താവ് ായെങ്കിൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി അവൻ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെതായ ഈ പ്രവൃത്തികളെ വിശ്വസിക്കുവാൻ കഴിയും. അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിട്ടും വളരെ അവൻ അത്ഭുതകരമായി അവൻ മിസ്രയീമിന്റെ അടിമകളോട് ചേർന്ന് ദൈവത്തിന്റെ ജനത്തെ കനാൻ ദേശത്തേക്ക് പുറപ്പെടുവിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം അവരോട് കൂടെ അവൻ യാത്ര ചെയ്തതായ ലക്ഷക്കണക്കിന് ജനങ്ങൾ, 2.5 മില്യൺ 25 ലക്ഷത്തോളം ജനങ്ങളാണ് അവൻ ഒരുമിച്ച് കാൽനടയായി അവിടെ യാത്ര തിരിക്കുന്നത്. 1947 അവൻ വിഭജനത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന് അവൻ ത്രിവർണ്ണ പതാക പറഞ്ഞതായ നല്ല വിഷയത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അതിനെ പിന്നിലൊരു അവൻ ദുരനുഭവം കൂടിയുണ്ട്, വളരെ കാഠിന്യമേറിയ ഒരു അനുഭവമുണ്ട്, ഓർക്കുവാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട്. 1947 പാർട്ടീഷൻ നടക്കുമ്പോൾ ഏകദേശം 14 മില്യൺ 140 ലക്ഷം ആൾക്കാരാണ് അവൻ ഒരു സ്ഥലത്ത് നിന്ന് അപ്രൂവ്ഡായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുവാനിടയായിത്തീരുന്നത്. അവൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ വിഭജനത്തെ അവൻ നടത്തുവാനായി അവൻ ബ്രിട്ടീഷ് ഭരണകൂട ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ചരിത്രപരമായിരിക്കുന്ന അവർക്ക് ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ അതിന്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള യാതൊരുവിധ അവൻ അവസ്ഥയും അറിയാൻ വയ്യാത്ത ആ വ്യക്തി 6 മാസം കൊണ്ട് മുഴുവനും അവൻ സ്വന്തം പറിച്ചു മാറ്റപ്പെട്ടെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. ജനം അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നെട്ടോട്ടം ഓടുക. പഞ്ചാബ് അവൻ ഇന്ത്യയുടെ ഭാഗങ്ങളിലുള്ളതായ ജനങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക്, മുസ്ലിങ്ങളും അവിടെയുള്ളതായ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ളതായ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും അവൻ പ്രയാണം ചെയ്യുവാനിടയായി. ട്രെയിനുകളിലും കാൽനടയായും അവർ കൂട്ടത്തോടെ യാത്ര ചെയ്യുവാനിടയായി. ഈ 140 ലക്ഷം ജനങ്ങൾ അവൻ പറിച്ചു മാറ്റപ്പെടുവാൻ അവൻ നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ തെളിവ് അവശേഷിക്കുമ്പോൾ, അവൻ ഇന്ത്യ അവശേഷിക്കുമ്പോൾ അവൻ സ്വന്തം ഇസ്രയേൽ ജനത്തിന്, ഒരു കൂട്ടം ജനത്തിന് അവൻ ചെങ്കടലിൽ കടന്ന് അപ്പുറത്ത് പ്രയാണം ചെയ്തു പോകുന്ന വലിയ അവൻ അസാധ്യമായ കാര്യമൊന്നുമല്ല. ഒരു 140 ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുവാൻ പ്രയാണം ചെയ്തു പോയെങ്കിൽ അവനായി പറിച്ചു മാറ്റപ്പെട്ടവരുടെ കണക്ക് മാത്രമാണ്. എന്നാൽ മരിച്ചുപോയവർ ലക്ഷക്കണക്കിന് മരിച്ചവര് ആ കാലഘട്ടത്തിലുണ്ട്. ട്രെയിനുകളിൽ യാത്ര ചെയ്ത വലിയ ട്രെയിനുകളിൽ ഇടിച്ച
അടിച്ച് നിറച്ച് ജനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പാകിസ്ഥാനിൽ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുക, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും യാത്ര പുറപ്പെടുക. അല്ലെങ്കിൽ നിറഞ്ഞ് ചുറ്റിക്കിടക്കുന്ന ട്രെയിനുകൾ അവൻ ആളുകളുമായി മനുഷ്യരുമായി അവൻ വന്ന് എത്തേണ്ട സ്ഥലത്ത് വന്നെത്തി. പക്ഷേ ആരും തന്നെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എന്താണ് ഇറങ്ങാത്തത്? അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവരെല്ലാവരും മരിച്ചവരായിട്ട് ഇരിക്കുക. ഗോസ്റ്റ് ട്രെയിൻ എന്ന് പറയപ്പെടുന്ന അവൻ അതിൽ ആ സമയങ്ങളിൽ അങ്ങനെ വിളിക്കപ്പെടുവാനായി. ഗോസ്റ്റ് ട്രെയിൻ ഭൂതങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന, പിശാചുക്കളെ വഹിച്ചുകൊണ്ട് പോകുന്ന, മരണത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകൾ അവനുണ്ടായിരുന്നു. ഒരു ട്രെയിൻ വന്നാൽ ആ ട്രെയിനിൽ ഉള്ളവർ മുഴുവൻ മരിച്ചവരായി അവൻ അവശേഷിക്കുന്നതായ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ മരിച്ചുപോയവരെ കൂടാതെ 140 ലക്ഷത്തോളം ജനങ്ങളാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുവാനിടയായത്. അവരുടെ സ്വന്തമായ കുടിയിട്ട് അവർ ചില ഉറ്റവരെയും ഉടയവരെയും വിട്ടൊക്കെ യാത്ര തിരിക്കാനിടയായി. ആ കാലഘട്ടത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ വളരെ അസഹനീയമായ വേദനകളും പ്രയാസങ്ങളും പട്ടിണിയും രോഗങ്ങളും ഒക്കെ അവരുടെ യാത്ര മധ്യേ അവരെ കടന്നുപിടിക്കുവാനിടയായി. അവർ സ്വന്തക്കാരെ തന്നെ അവർ കൊന്നുകളയുവാൻ, അവർ ഉറ്റവർത്തനെ കൊന്നുകളവാനിടയായി. കാരണം രോഗം മൂർച്ഛിച്ചവർക്ക് മുമ്പോട്ട് കിടക്കുവാൻ കഴിയുകയില്ല. പട്ടിണി കൊണ്ട് അവർ വിശപ്പ് കൊണ്ടും വലയുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വിശപ്പ് കൊണ്ട് നിലവിളിക്കുമ്പോൾ അവരുടെ നിലവിളി കേൾക്കുവാൻ കഴിയാതെ മാതാപിതാക്കൾ അവരെ കൊന്ന് അടക്കം ചെയ്തായിരിക്കാം യാത്ര പുറപ്പെട്ടത്. അവർ രോഗികളായിരിക്കുന്നവരെ, അവർ മരണത്തിൽ വിധേയപ്പെട്ടവരെയൊക്കെ അടക്കം ചെയ്തായിരിക്കാം യാത്ര പുറപ്പെട്ടത്. അങ്ങനെ അനേകർ കൊല ചെയ്യപ്പെടുകയോ, എന്നാൽ 140 ലക്ഷത്തോളം പേർ അതിന്റെ മധ്യത്തിൽ എല്ലാം അതിജീവിച്ച് അപ്പുറത്തെത്തുവാനിടയായി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാണം ചെയ്യുവാനിടയായി. അത് അവരുടെ വയലൻസുകളുടെ അവരുടെ വലിയ കാലഘട്ടമായിരുന്നു. ആ പ്രയാണത്തിനിടയിൽ പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വന്ന ട്രെയിനെ തടഞ്ഞിട്ടോ അതിനകത്ത് അവർ ആൾക്കാരെ കൊല്ലുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തടഞ്ഞിട്ട് അതിൽ വളരെ മാരകമായ വിഷയം കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവണതകളുണ്ടായിരുന്നു. വയലൻസിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ 140 ലക്ഷം ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രയാണം ചെയ്തു പോയെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം അവൻ 2.5 മില്യൺ അഥവാ 25 ലക്ഷം ജനങ്ങൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രയാണം ചെയ്യുന്നത് എങ്ങനെയാണ്? കാഹളം നീട്ടി ഊതുമ്പോൾ അവൻ അടുക്കോടും ചുറ്റയോടും കൂടെ ഗോത്രം ഗോത്രമായി അവർക്ക് നിയമിക്കപ്പെട്ട നിലയെ അനുസരിച്ച് ക്രമത്തിൽ അവർ പാലായനം ചെയ്തു പോകുമ്പോൾ ആ യാത്ര ഒരു ദുർഘടമായ യാത്രയാകണമെന്നില്ല. അവർക്കത് സാധ്യമാണ്, ഇത് അസാധ്യമാണ് എന്ന് അവൻ പറയുന്നവർക്ക് മുമ്പിൽ ചരിത്രമില്ല. ഇവിടെ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ്. കൊല്ലും കൊലയും വയലൻസുമുള്ള രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള ഒരു പ്രയാണത്തിൽ 140 ലക്ഷം ജനങ്ങൾക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ദീർഘദൂരം പ്രയാണം ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ ചരിത്രം പരിശോധിച്ചാൽ, ജിയോഗ്രഫിക്കലായി പരിശോധിച്ചാൽ ഏകദേശം 64 കിലോമീറ്റർ മാത്രമാണ് ഇവർ ചെങ്കടലിൽ കഴിഞ്ഞ് അവൻ യാത്ര ചെങ്കടലിൽ ആ യാത്ര നിർവഹിക്കുവാനുള്ള സ്ഥലമെടുക്കുവാനിടയായത്. അപ്പോൾ അപ്രകാരം ഒരു പ്രയാണം ചരിത്രത്തിൽ അസാധ്യമെന്ന് പറയുന്നവരുടെ മുമ്പിൽ അവൻ നമുക്കൊരു സാക്ഷ്യമുണ്ട്. അതിനെ ഉയർത്തി കാണിക്കുവാൻ കഴിയും. മാത്രമല്ല ദൈവമാണ് ഈ പ്രവൃത്തിയെ അവൻ ചെയ്തെടുക്കുവാനിടയായത്. അവർ തകർന്നു പോകാതെ, വീണു പോകാതെ, പട്ടുപോകാതെ അവരുടെ കാലുകൾക്കും കരങ്ങൾക്കും ബലം നൽകുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവൻ ദൈവം അവരെ നടത്തുവാനിടയായി. അവർക്ക് വേണ്ടായ വെളിച്ചവും അവൻ വെള്ളവും ഒക്കെ കൊടുത്ത് അത്ഭുതകരമായ ഒരു ജനതയെ അവൻ ദൈവം നടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് അവൻ യാഥാർത്ഥ്യം തന്നെയാണ്. അത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് അവൻ വിളിച്ചു പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ ചിലർ പറയാറുണ്ട് ഈ അവൻ 600,000 6 ലക്ഷം 600,000 ഈ 1000 എന്ന വാക്കിന് അവൻ എബ്രായ പദത്തിൽ അവൻ ഹലേലം എന്നുള്ള വാക്ക് അവൻ 1000 എന്ന സംഖ്യയെ കുറിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ക്ലാൻ, ഒരു അവൻ ഗോത്രത്തെ അല്ലെങ്കിൽ ഒരു ഗണത്തെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി യൂണിറ്റിനെ അവൻ സൂചിപ്പിക്കുന്ന പദമാണെന്നൊക്കെ അവൻ ഹല്ലേലൂയ പറയാറുണ്ട്. അവൻ അങ്ങനെയെങ്കിൽ തന്നെ ഹല്ലേലൂയ ഈ ഇത്രയും
കൂട്ടം ജനങ്ങൾ ലക്ഷങ്ങളുള്ളത് പതിനായിരങ്ങളായി ചുരുങ്ങുവാൻ സാധ്യതയുണ്ട്. അതിന്റെ യഥാർത്ഥ ഭാഷ അവൻ പഠനത്തിന്റെ ചാത്തുരത്തിൽ പോകുമ്പോൾ ഒരുപക്ഷെ അത്രത്തോളം ജനങ്ങൾ ഉണ്ടായി എന്ന് വരികയില്ലായിരിക്കാം. അത് അവൻ യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ ആ ക്ലാൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി യൂണിറ്റ് എന്ന വാക്കാണ് ആയിരങ്ങൾ 600,000 എന്ന വാക്കിന് ഉപയോഗിക്കുന്നെങ്കിൽ 600 ക്ലാൻസ് അല്ലെങ്കിൽ 600 യൂണിറ്റുകൾ എന്ന് അവൻ ചിന്തിക്കുമ്പോൾ അത്രത്തോളം ജനങ്ങളും വരികയില്ല എന്ന് നമുക്ക് അവൻ യുക്തിപരമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവൻ അപ്പോൾ എങ്ങനെയായിരുന്നാലും ആ ജനക്കൂട്ടത്തെ ദൈവമാണ് അത്ഭുതകരമായി അതിശയമായി നടത്തുവാൻ ഇടയായി തീർന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അവൻ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുവാനിടയായി തീരണം. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത യാതൊരു കാര്യമില്ല. ബൈബിളിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ അവ ചെയ്തതിനെ കുറിച്ചുള്ള വിവരണമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ചെങ്കടൽ വിഭാഗിച്ച് ചെങ്കൽ പാതയുടെ കീഴിൽ വെള്ളങ്ങളെ ഇരുവശങ്ങളിലുമായി അവൻ മതിൽ പോലെ നിർത്തി ദൈവത്തെ നടത്തിയെങ്കിൽ അവൻ ദൈവത്തിന്റെ കരം അവിടെ തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുവാനിടയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് പലകാല സന്നിധികളായിരിക്കുമ്പോൾ നമുക്ക്